സോ വാട്സ് ഗൈസ് യു ഗൈസ് വാച്ചിങ് അഡോണിസ്. അങ്ങനെ 2-0 കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറവാണ്. ഞാൻ വിചാരിച്ചു ഇതിൽ കൂടുതൽ നല്ല പെഡായിട്ട് കിട്ടുന്ന വിചാരിച്ച്. കാരണം ടീമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, ഒരു ഭീകര പ്രതീക്ഷ തരുന്ന ടീമൊന്നല്ല നമുക്ക് കിട്ടിയത്. സോ നമ്മൾ ഭീകര എക്സ്പെക്ടേഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ജയിച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ അത്രയും നേരം വരെ 1-0 നിലനിർത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത് ഭീകര അത്ഭുതമാണ്. ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞാൻ വിചാരിച്ച നല്ല കിട്ടുന്നു. കോർണറിന് കോർണർ എത്രയാ ഇങ്ങനെ കോർണർ കണ്ടോണ്ടിരിക്കുക. പിന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പക്ക ഡിഫൻസിലാണ് നോക്കിയത്. ഡിഫൻസ് അല്ലാതെ വേറെ ഒന്നും നോക്കുന്നില്ല. അറ്റാക്ക് ചെയ്തു എന്നൊന്നും പറയാനൊന്നുമില്ല. പാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശം പാസ്സാണ്. ഒന്നും കയ്യിൽ കിട്ടുന്നില്ല. മറ്റവരെന്നെ എന്തെങ്കിലുമൊക്കെ മിസ്സാക്കി കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് മറ്റൊരു കൈ തന്നെ കിട്ടുന്നുണ്ട്. നമ്മളെന്ത് വന്നാലും ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളെ പ്ലെയേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തേൽ നല്ല കളിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷെ സങ്കടമുണ്ട്, തീർച്ചയായിട്ടും നല്ല സങ്കടമുണ്ട്. കാരണം കളി കണ്ടിരിക്കാൻ ഒരു സുഖമില്ല, ഒരു രസവുമില്ല. നമ്മളെ ടീമായതുകൊണ്ട് നമുക്കിങ്ങനെ നമ്മളിട്ടിങ്ങനെ വട്ടം കറപ്പിക്കുന്ന, നമുക്കിങ്ങനെ ഏതോ വലിയ ടീം ചെറിയ ടീമായിട്ട് കളിക്കുന്ന പോലെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. സംഭവം അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യത്തെ സീസണിൽ ഒട്ടും പ്രതീക്ഷ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ, ഫുട്ബോളാണ്. എങ്ങനെ മാറും, എന്തൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ ഒന്നും വേണ്ട, ഒറ്റ കളി കിട്ടിയാൽ മതി. ഞാനതിൽ ഓക്കെയാണ്. കാരണം ഞാൻ ഈ ടീമിനെ ഭയങ്കര പ്രതീക്ഷ കൊടുക്കുന്ന ടീമൊന്നുമല്ല. അങ്ങനെ എടുത്താൽ മതി. കാരണം ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ പോയിട്ട് ആ ബ്ലാസ്റ്റേഴ്സിനെ പോയി ചീത്ത വിളിക്കുക, അത്രയേ ഉള്ളൂ. പ്ലേയേഴ്സിനൊക്കെ പോയി വെറുതെ ചീത്ത വിളിക്കുക, അത് അത്രയേ ഉള്ളൂ. ഇത് നമ്മളൊരു എക്സ്പെക്റ്റേഷനും കൊടുക്കാതെ കളി കാണുക, കണ്ട് ആസ്വദിക്കുക. പ്ലേയേഴ്സിനെ ആസ്വദിക്കാനൊന്നുമില്ല, പ്ലേയേഴ്സിനെ ചുമ്മാ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ സപ്പോർട്ടിൽ എന്തെങ്കിലും ഹോമിലൊക്കെ എന്തെങ്കിലും അടിപൊളി സംഭവം ഉണ്ടാവട്ടെ. അല്ലാതെ എന്താണ് സ്റ്റാറ്റ്സ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ലടാ, ഭയങ്കര മോശമാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഫുട്ബോൾ കോണ്ടന്റ്സ് ഒക്കെ ഞാൻ ഇടുന്നതാണ്. എനിക്ക് കുറേ സംഭവങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, കളി കാണാൻ തന്നെ തോന്നില്ല. അതുകൊട്ടെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങളെല്ലാം കിട്ടുന്ന സപ്പോർട്ടൊക്കെ കിട്ടുന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഒക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.